കരൂർ ദുരന്തത്തിൽ ടി.വി.കെ അധ്യക്ഷൻ വിജയുടെ മൊഴിയെടുപ്പ് പൂർത്തിയായി. മൊഴിയെടുപ്പ് 4.5 മണിക്കൂർ നീണ്ടു. CBI 3-അംഗ സംഘമാണ് മൊഴി രേഖപ്പെടുത്തിയത്. സജു തോമസ് ചേരുന്നുണ്ട്. സജു, ചോദ്യം ചെയ്യൽ 4.5 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലാണ് അവസാനിച്ചിരിക്കുന്നത്. ഇന്ന് മാത്രമാണോ ചോദ്യം ചെയ്യൽ പൂർണ്ണമായി അവസാനിച്ചതാണോ മനസ്സിലാക്കേണ്ടത്? കരൂർ ദുരന്തത്തിൽ വിജയുടെ മൊഴിയെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. CBIയുടെ ചോദ്യം ചെയ്യൽ CBI ആസ്ഥാനത്ത് ഡൽഹിയിൽ ചോദ്യം ചെയ്യൽ ഇപ്പോൾ പൂർത്തിയായി. 4.5 മണിക്കൂറോളം വിജയെ ചോദ്യം ചെയ്യുകയായിരുന്നു. കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് ടി.വി.കെ ആവശ്യപ്രകാരമാണ് CBI ഇതിലേക്ക് എത്തുന്നത്. CBIയുടെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞിരിക്കുന്നു. 2 ദിവസമായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് മാത്രം കൊണ്ട് ചോദ്യം ചെയ്യൽ പൂർത്തിയായി എന്നാണ് മനസ്സിലാക്കുന്നത്. സജു തോമസ് ചേരുന്നുണ്ട്. സജു, ചോദ്യം ചെയ്യൽ പൂർണ്ണമായും പൂർത്തിയായെന്ന് മനസ്സിലാക്കുന്നു. ഇന്ന് മാത്രം ഈ 4.5 മണിക്കൂറിൽ അവസാനിപ്പിച്ചു എന്നാണ് കരുതുന്നത്. വിജയ് പുറത്തേക്ക് എത്തിയോ? ഇതിനെ വിജയ് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഏകദേശം 4 മണിക്കൂറോളം നീണ്ട മൊഴിയെടുപ്പിനൊടുവിൽ അല്പസമയത്തിന് മുൻപാണ് വിജയുടെ മൊഴിയെടുപ്പ് പൂർത്തിയായി എന്ന വിവരം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. എന്തായാലും 41 പേരുടെ മരണത്തിനിടയ്ക്ക് സംഭവവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ചില വിവരങ്ങൾ വിജയുടെ പക്കൽ നിന്നും ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ള ചോദ്യം ചെയ്യലായിരുന്നു രാവിലെ 11 മണി മുതൽ ഡൽഹി CBI ആസ്ഥാനത്ത് നടന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഡൽഹി CBI ആസ്ഥാനത്തിന് പുറത്താണ്. ഇവിടെ വിജയ് ആരാധകരൊപ്പം തന്നെ ടി.വി.കെ പ്രവർത്തകരും എത്തിയിട്ടുണ്ട്. വിജയ്ക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വിജയുടെ ആരാധക വൃന്ദം തന്നെ വലിയൊരു തോതിൽ ഇവിടെ രാവിലെ തന്നെ എത്തിയവർ ഇപ്പോഴും തുടരുകയാണ്. അല്പസമയത്തിന് ശേഷം വിജയ് ഇപ്പോൾ പുറത്തു വരുന്ന നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ ഇപ്പോൾ പോലീസുകാരോടൊപ്പം തന്നെ അർദ്ധസൈനിക വിഭാഗത്തിൻ്റെയൊക്കെയും സേനകളെ അല്പസമയത്തിനകം ഇവിടേക്ക് എത്തിക്കുന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് വലിയ സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ഒരു വീഴ്ചകളും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ നടപടികളും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അത്തരത്തിൽ വലിയ തോതിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടിയാണ് വിജയ് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ പ്രവർത്തകരും ആരാധകരും ഒക്കെ എത്തിയ സാഹചര്യത്തിൽ ഇതൊരു രാഷ്ട്രീയ വിവാദത്തിലേക്ക് പോകാതെ നോക്കേണ്ട കടമ എന്തായാലും കേന്ദ്ര സർക്കാരിനോട്. പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അടുത്ത മാസമാണ് തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കുന്നത്. 2 മാസത്തിനുള്ളിൽ അവിടെ വോട്ടെടുപ്പ് നടക്കാനിരിക്കുകയാണ്. അപ്പോൾ നിയമസഭാ വോട്ടെടുപ്പ് മുൻകൂട്ടിയായിട്ട് അത്തരത്തിൽ എന്തെങ്കിലും രാഷ്ട്രീയ നീക്കം ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ തോതിൽ BJPക്ക് തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ടി.വി.കെയുടെ ആദ്യ രാഷ്ട്രീയ രംഗപ്രവേശമാണ്, വിജയുടെ ആദ്യ രാഷ്ട്രീയ രംഗപ്രവേശമാണ്. അത് എത്രത്തോളം വലിയ തോതിൽ BJP ഒപ്പം തന്നെ DMK മറ്റു പ്രതിപക്ഷ പാർട്ടികളെ ബാധിക്കുമെന്നുള്ളത് ഈ തിരഞ്ഞെടുപ്പ് കൂടിയാണ് അറിയേണ്ടത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതിനൊക്കെയും തരണം ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ നടപടികളും അത്തരത്തിലുള്ള എല്ലാ നടപടികളും കേന്ദ്ര സർക്കാർ സ്വീകരിച്ചതിന് ശേഷമാണ് ഇത്തരമൊരു മൊഴിയെടുപ്പിന് വേണ്ടി അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റു ചില ഉദ്യോഗസ്ഥരെയും ഇവിടേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. പ്രത്യേകിച്ച് ഈ സംഭവം നടന്ന സമയത്ത് അപ്പോഴത്തെ ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്ന ADGP അതോടൊപ്പം തന്നെ മറ്റു ചില ഉദ്യോഗസ്ഥരെയുമാണ് ഇവിടെ അദ്ദേഹത്തോടൊപ്പം ചോദ്യം ചെയ്യലിന് വേണ്ടി, പ്രത്യേകിച്ച് മൊഴിയെടുപ്പിന് വേണ്ടി വിളിച്ചു വരുത്തിയിരുന്നത്. എന്തായാലും മൊഴിയെടുപ്പ് 4 മണിക്കൂറിന് ശേഷം പൂർത്തിയായതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പക്കൽ നിന്ന് ശേഖരിച്ച മൊഴികൾ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ വായിച്ചു നോക്കുകയാണ്. ഈ മൊഴി വായിച്ച് വിജയം കേൾപ്പിച്ചതിന് ശേഷമായിരിക്കും അദ്ദേഹം ഒപ്പിട്ട് കൊടുക്കും. അതിനുശേഷമായിരിക്കും അദ്ദേഹം പുറത്തേക്ക് വരിക. എന്തായാലും CBI ആസ്ഥാനത്തെ നടപടിക്രമങ്ങൾ അല്പസമയത്തിനകം പൂർത്തിയായി. ടി.വി.കെ അധ്യക്ഷൻ തമിഴ്നാടൻ വിജയ് അല്പസമയത്തിനകം CBI ആസ്ഥാനത്തു നിന്നും പുറത്തേക്ക് വരുന്നതാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. CBI വേട്ടയാടലിനെ അതിനെ എങ്ങനെയായിരിക്കും പ്രതിരോധിക്കുക എന്നത് കൂടിയുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് വലിയ പ്രതിഷേധം തമിഴ്നാട്ടിലുണ്ട്. ഇപ്പോൾ ഡൽഹിയിൽ തന്നെ നമ്മൾ കണ്ടതാണ് എത്രത്തോളം ആളുകളാണ് ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് അവിടേക്ക് എത്തിയത് എന്നുള്ളത്. എത്രത്തോളം സുരക്ഷ ഒരുക്കേണ്ടി വന്നു എന്നുള്ളതും കണ്ടതാണ്. വിജയുടെ പ്രതിഷേധം എങ്ങനെയായിരിക്കും, ടി.വി.കെ എങ്ങനെ പ്രതികരിക്കും, അതിനപ്പുറത്തേക്ക് തമിഴ്നാട് സർക്കാർ ഇതിനെ എങ്ങനെ കാണുന്നു? ഏറെ പ്രധാനമർഹിക്കുന്ന ഒരു ചോദ്യമാണ്. പ്രത്യേകിച്ച് തമിഴ്നാട് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഒരു സിനിമാ താരം രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ വലിയ ആളാരവങ്ങൾ കൂടിയാണ് അദ്ദേഹം പോകുന്നതും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസംഗങ്ങളൊക്കെയും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തകരെയും അദ്ദേഹത്തിൻ്റെ ആരാധകരെയും ആവേശം കൊള്ളിക്കുന്ന രീതിയിലുള്ള പ്രസംഗങ്ങളും പ്രസ്താവനകളുമാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നമ്മൾ കാണുന്നത്. അങ്ങനെയാണ് അത്തരത്തിൽ 10,000 പേർ പങ്കെടുക്കേണ്ട ഒരു പരിപാടിയിൽ ഒരു ചടങ്ങിലേക്ക് ഏകദേശം 30,000-ലധികം ആൾക്കാർ വരികയും അവിടേക്ക് വിജയ് എത്താൻ താമസിക്കുമായി ബന്ധപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായതിനെ തുടർന്നാണ് വലിയ തോതിലുള്ള തിക്കും ഉണ്ടായത്. അങ്ങനെയാണ് 41 പേർക്ക് ജീവൻ നഷ്ടമായത്. അതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണമാണ് CBIയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. പ്രത്യേകിച്ച് ടി.വി.കെ തന്നെയാണ് ആ ഒരു ആവശ്യം മുൻപോട്ട് വെച്ചത്. സുപ്രീം കോടതിയിൽ പറഞ്ഞത് സംസ്ഥാനത്തെ SITയുടെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിൽ തങ്ങൾക്ക് വിശ്വാസമില്ല എന്നും അതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസിയുടെ പ്രത്യേകിച്ച് CBIയുടെ അന്വേഷണം തന്നെ വേണമെന്നുള്ള ആവശ്യം മുൻപോട്ട് വെച്ചത്
TVK തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി ആ ഒരു ഉത്തരവിട്ടത്. എന്തായാലും തമിഴ്നാട് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് വിജയുടെ രാഷ്ട്രീയ രംഗപ്രവേശത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഈ ഒരു ചോദ്യം ചെയ്യലും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ആ ഒരു ഉത്തരവും പ്രത്യേകിച്ച് CBIയുടെ നടപടിക്രമങ്ങളും ഏറെ പ്രധാനമാണ്. CBI ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം ഇനി CBIയുടെ നീക്കം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ TVK എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും വിജയ് എന്ന നടനെയും തിരുത്തിയെഴുതാൻ പോകുന്ന തരത്തിലേക്കൊരു രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് അത് മാറാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ്. പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ തന്നെ TVK മുൻപോട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില ആക്ഷേപം എന്ന് പറയുന്നതിൽ മറ്റു ചില രാഷ്ട്രീയ കക്ഷികളുടെയും ചില രാഷ്ട്രീയ നേതാക്കളുടെയും ബന്ധം ഉണ്ടെന്നുള്ളത് തന്നെയാണ്. അതിലെന്തായാലും കൃത്യമായിട്ടുള്ള മൊഴി അപ്പോൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. അല്പസമയത്തിനും അദ്ദേഹം പുറത്തേക്ക് വരുന്നതാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്.